ലോകം ഇപ്പോൾ കടുത്ത വെല്ലുവിളിയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അമേരിക്കയും ഇറാനും തമ്മിൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നത് കൊണ്ട് തന്നെ കടുത്ത ബുദ്ധിമുട്ടിലാണ് ലോകരാജ്യങ്ങൾ. ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഇന്ധനത്തിന് വേണ്ടി പാടുപെടുമ്പോഴും നമ്മൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മൾ കടന്നു പോവുകയാണ്. എത്ര ദിവസം യുദ്ധം ഇങ്ങനെ നീണ്ടു നിൽക്കുമെന്ന് ആർക്കും ഒരു പിടിയുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ മുൻകൂറായി മോദി ഭാരതീയരോട് ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇന്ത്യയിൽ ഇന്ധനത്തിനോ ആവശ്യ സാധനങ്ങൾക്കോ യാതൊരുവിധ ക്ഷാമവും ഇല്ല എന്നാണ് കേന്ദ്ര സർക്കാർ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നാണ് മോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം രാജ്യത്ത് ക്ഷാമമുണ്ട് എന്നല്ല, മറിച്ച് രാജ്യത്തിന്റെ വിദേശ നാണയ കരുതൽ ശേഖരം സംരക്ഷിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ അനാവശ്യ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനുമുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കമാണ് ഈ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് മോദി പറയുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേർന്ന ഒരു അൺഒഫീഷ്യൽ ചർച്ചയിലാണ് രാജ്യത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ഊർജ്ജ സുരക്ഷ, വിതരണ ശൃംഖലയുടെ സുസ്ഥിരത, അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവ്, ആഭ്യന്തര വിപണിയെ ബാധിക്കാതിരിക്കാനുള്ള വഴികൾ എന്നിവ യോഗം വിശദമായി തന്നെ ചർച്ച ചെയ്തു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ രാജ്യം സുസജ്ജമാണ് എന്നും പെട്രോളിയം ഉത്പന്നങ്ങളുടെ ലഭ്യതയിൽ ജനങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ പക്കൽ നിലവിൽ ഇന്ധന ശേഖരമുണ്ടെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അടിയന്തര ആവശ്യങ്ങൾക്കായി 60 ദിവസത്തെ അസംസ്കൃത എണ്ണ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. 60 ദിവസത്തെ പ്രകൃതിവാതക ശേഖരവും 45 ദിവസത്തെ LPG റോളിംഗ് സ്റ്റോക്കും രാജ്യത്തുണ്ട്. ഏതൊരു പ്രതിസന്ധിയും നേരിടാൻ ഈ കരുതൽ ശേഖരം പര്യാപ്തമാണ്. കൂടാതെ $703 ബില്യൺ കരുത്തുറ്റ വിദേശ നാണയ ശേഖരം ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാണ് എന്നതിന്റെ തെളിവാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ശുദ്ധീകരണശാലയായ ഇന്ത്യ പെട്രോളിയം ഉത്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ആഗോളതലത്തിൽ 4ാം സ്ഥാനത്താണ്. സ്വന്തം രാജ്യത്തെ ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ 150ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഇന്ധന വിതരണം ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നിട്ടും ഇന്ത്യയിൽ പെട്രോൾ, ഡീസൽ വിലയിൽ വർധനവുണ്ടാകാതെ പിടിച്ചു നിർത്തുന്നത് എണ്ണ വിപണന കമ്പനികൾ ഏറ്റെടുക്കുന്ന വലിയ നഷ്ടം മൂലമാണ്. പ്രതിദിനം ഏകദേശം 1000 കോടി രൂപയുടെ നഷ്ടമാണ് ഈ കമ്പനികൾ സഹിക്കുന്നത്. 2026 ആദ്യ പാദത്തിൽ മാത്രം ഈ നഷ്ടം 2 ലക്ഷം കോടി രൂപയോളം എത്തുമെന്നാണ് കണക്കാക്കുന്നത്. നിലവിലത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് പേടിച്ചുകൊണ്ട്, അതായത് മോദിയുടെ വാക്ക് കേട്ടുകൊണ്ട് ഇന്ധന പമ്പുകളിലേക്ക് തിരക്ക് കൂട്ടേണ്ട സാഹചര്യമില്ല എന്ന് കേന്ദ്ര സർക്കാർ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. മോദി പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, അനാവശ്യമായി പെട്രോള്, ഡീസൽ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, കൂടുതലായി വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്താതിരിക്കുക. കാരണം വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഡോളറിലാണ് എല്ലാ ഇടപാടുകളും നടത്തുന്നത്. അപ്പോൾ അവിടെ അത് കൂടാതിരിക്കുക, അതാണ് ഒരു ശ്രദ്ധിക്കുക എന്ന് നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞത്. ഇന്ന് ത്യാഗം ചെയ്യുക, നാളെ ഇന്ത്യയെ സുരക്ഷിതമാക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് ഓരോ പൗരനും ഉത്തരവാദിത്തോടെ പ്രവർത്തിച്ചാൽ ഏതൊരു അന്താരാഷ്ട്ര പ്രതിസന്ധിയെ മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നത്.